എല്ലാവർക്കും SVR ഐഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തെക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഉത്സവത്തിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 12 വർഷങ്ങൾ കൂടുമ്പോൾ നടക്കുന്നതാണ് അമ്പലപ്പുഴ പള്ളിപ്പാന. പാന എന്നാൽ പാട്ടെന്നാണ്. ദേവസന്നിധിയിൽ നടക്കുന്ന പാട്ടാണ് പള്ളിപ്പാന. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലത്ത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ആരംഭിച്ച ഒരു ഉത്സവമാണ് പള്ളിപ്പാന. കൊല്ലവർഷം 841 ആദ്യത്തെ പള്ളിപ്പാന നടന്നത്. ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണനാണ് അമ്പലപ്പുഴ പള്ളിപ്പാന തുടങ്ങിവെച്ചത്. 12 വർഷത്തിൽ ഒരിക്കലാണ് അമ്പലപ്പുഴയിൽ പള്ളിപ്പാന നടത്തുന്നത്. വേലൻ സമുദായത്തിൽപ്പെട്ടവരാണ് പള്ളിപ്പാനയിൽ പ്രധാനികൾ. എല്ലാ വർഷവും മകരമാസത്തിലെ 12 നാൾ 12 കളഭം എന്ന ആചാരം നടന്നു പോകുന്നു. അങ്ങനെ 12 കളഭങ്ങൾക്ക് ശേഷമാണ് പള്ളിപ്പാന നടക്കുന്നത്. ഈ ചടങ്ങിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ മഹാവിഷ്ണുവിന് അധ്വാനഭാരം മൂലം തളർച്ച ബാധിക്കുകയും അദ്ദേഹം ഉറങ്ങിപ്പോവുകയും ചെയ്തു. ജ്യോതിഷത്തിൻ്റെ ദേവനായ സുബ്രഹ്മണ്യൻ അദ്ദേഹത്തെ ഉണർത്തുവാൻ വേണ്ടി പള്ളിപ്പാന നടത്തുവാനായി ആവശ്യപ്പെട്ടു. ഒടുവിൽ പരമശിവനും പാർവതിയും വേലനും വേലത്തിയുമായി അവതരിച്ച് പള്ളിപ്പാന നടത്തുകയും മഹാവിഷ്ണുവിനെ ഉണർത്തുകയും ചെയ്തു. ആദ്യത്തെ വേലൻ പരമശിവനാണെന്നാണ് വിശ്വാസം. 15 ദിവസങ്ങളിലായി നടക്കുന്ന പള്ളിപ്പാന ചടങ്ങുകളിൽ പകലും രാത്രിയുമായി 24 കർമ്മങ്ങളാണ് നടക്കുക. ഓത്ത് മുറോത്തും ആണ് പള്ളിപ്പാനയിലെ മുഖ്യ കർമ്മങ്ങൾ. പകൽ സമയത്ത് വേലന്മാർ ഓത്തും രാത്രിയിൽ വേലത്തികൾ മുറോത്തും നടത്തും. ക്ഷേത്ര വിഗ്രഹത്തിലെ അശുദ്ധികൾ നീക്കം ചെയ്ത് അതിൻ്റെ ശക്തി പുനഃപ്രതിഷ്ഠിക്കുക എന്നാണ് ഈ ആചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയ ഒരാളാണ് ഈ അമ്മ. ഭാമ എന്നാണ് ഈ അമ്മയുടെ പേര്. ഞാൻ ഈ ശിവനെ കാട്ടി കുഞ്ഞു പ്രായത്തിൽ ഇവിടെ ഈ അമ്പലത്തിൽ വരാൻ തുടങ്ങിയത്. എൻ്റെ അച്ഛൻ ഈ അമ്പലത്തിൻ്റെ ജീവനക്കാരനായിരുന്നു. അന്ന് മുതൽ ഇന്ന് എനിക്കിപ്പോൾ എൻ്റെ മോൾക്ക് 9 വയസ്സായി. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുവാണെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അമ്മേനെ കൊണ്ടൊന്ന് ഓദിക്കാതെ ഇന്ന് വരെ പോയിട്ടില്ല. ഇതിന് പ്രാക്കിന് ഓതുക എന്നാണ് പറയുന്നത്. പള്ളിപ്പാന ചടങ്ങുകളിൽ 3-ാം ദിവസം രാത്രി നടക്കുന്ന സുപ്രധാന ചടങ്ങാണ് ഇടുപണം ഇടൽ അഥവാ ഭീഷ്മരൂപം ആവാഹനം. സപ്ത സമുദ്രങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന മണ്ണും ജലവും ചെളിയും കൊണ്ട് തേക്കിൻ പലകയിൽ തയ്യാറാക്കിയ ഭീഷ്മരൂപം പാനപ്പന്തലിന് പകുതിയിൽ തെക്ക് എടുക്കുന്ന കുഴിയുടെ മുകളിൽ സ്ഥാപിച്ച് കർമ്മികളുടെ പൂജയ്ക്ക് ശേഷം ആരോഗ്യ ദൃഢഗാത്രനായ ഒരു പൂവൻ കോഴിയെ ഉഴിഞ്ഞ് കുഴിയിൽ നിക്ഷേപിക്കും. അമ്പരഗംഗ എന്ന സങ്കല്പത്തിൽ മുകളിൽ കെട്ടി തൂക്കുന്ന കലശക്കുടത്തിൽ നിന്ന് നൂല് കെട്ടി ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർക്ക് കുടിനീര് കൊടുക്കും. 15-ാം നാളിൽ കാപ്പഴിക്കുമ്പോൾ കോഴി ജീവനോടെ ഉണ്ടാകണം എന്നാണ് വിശ്വാസം. അങ്ങനെ സമയം ഒത്തിരി താമസിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എന്തുമാത്രം ആളെന്നറിയില്ല, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഈ 3-ാമത്തെ ദിവസമാണ് വരാൻ സാധിച്ചത്. ആ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, കുറേ അധികം കാര്യങ്ങളുണ്ട്. ദിവസം ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ പോയ അന്നത്തെ ആ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അവിടെ അത് കണക്ക് സംഗീതാർച്ചനയൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് അവിടെ ഇപ്പം കണ്ടപ്പോൾ പെട്ടെന്നൊരു ഇത് തോന്നിയത്, പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു കാളയുണ്ടായിരുന്നു. മണിയൻ കാളയെന്നായിരുന്നു അതിൻ്റെ പേര്. എനിക്ക് പെട്ടെന്ന് ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കാളേനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. പാവമായിരുന്നു, ആരെയൊന്നും ഉപദ്രവിക്കത്തൊന്നുമില്ലായിരുന്നു. ഇതേ കുറേ അപ്പൂപ്പന്മാരൊക്കെ എന്നാ പറയുന്നത്, ആ പാട്ടിലൊക്കെ ലയിച്ചങ്ങിരിക്കും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. രാത്രിയിലത്തെ ഒരു എന്നാ പറയുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. നമ്മൾ ഒത്തിരി ഇത് തീരുന്നിടം വരെ നിൽക്കണം. നല്ല രസം അവിടുത്തെ ഓരോ ചടങ്ങ് കാണാൻ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് താലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ.